നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫോർത്ത് മൊഡ്യൂളാണ്. ഓക്കെ, ഇതിൽ മെയിനായിട്ട് വരുന്നത് 6 മെഷീനിങ് ടൈപ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ 3 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യും, അടുത്ത വീഡിയോയിൽ അടുത്ത 3 എണ്ണം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലേസർ ബീം മെഷീനിങ്. ഓക്കെ, സിമ്പിളായിട്ട് ഇതിന് LBM എന്നാണ് പറയാം. ഓക്കെ, LBMൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ലേസർ ബീം മെഷീനിങ് എന്ന് പറയുമ്പോൾ ലേസർ ഉണ്ടാക്കണം ആദ്യം. ഓക്കെ, എന്നാൽ മാത്രമേ ലേസർ ബീം കൊണ്ട് മെഷീൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഫിഗറിൽ റൂബി റോഡ് ഉണ്ടാവും, ഉള്ളിലായിട്ട് ഇൻറ്റർണൽ കോറ്, അതിൻ്റെ പുറത്ത് നമ്മൾ സെനോൺ ഫ്ലാഷ് ട്യൂബ് നമ്മൾ ചുറ്റിയിട്ടുണ്ടാവും. ഓക്കെ, അത് നമുക്ക് അതിന് ഹൈ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ലേസർ ബീം പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് താഴെ ഒരു മാഗ്നറ്റിക് ലെൻസ് ഉണ്ടാവും. ഓക്കെ, കൺവെർജിങ് ലെൻസ്, അത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, വർക്ക് പീസിലേക്ക് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യും. ഓക്കെ, നോക്കുക, നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഓക്കെ റൈറ്റ് സൈഡിലുള്ള ഫിഗർ മാത്രം വരച്ചാലും മതി. ഓക്കെ, അല്ലെങ്കിൽ രണ്ടും വരയ്ക്കാം. ഓക്കെ, അധികം പണിയൊന്നുമില്ല. ഇവിടെ ഫ്ലാഷ് ലാമ്പ് എന്ന് പറഞ്ഞാൽ സെനോൺ ഫ്ലാഷ് ലാമ്പാണ്. ഓക്കെ, അതിൻ്റെ കട്ട് സെക്ഷൻ്റെ വ്യൂ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ലേസർ ഡിസ്ചാർജ് ട്യൂബ്, ദെൻ ലേസർ ലൈറ്റ് ബീം, അതാണ് കാണുന്നത്. ഓക്കെ, റൂബി റോഡിൽ നിന്ന് വരുന്ന സാധനം. ഓക്കെ, ദെൻ കൺവെർജിങ് ലെൻസ്, ദെൻ വർക്ക് പീസ്. ഓക്കെ, സോ നമുക്ക് എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ലേസർ ബീം മെഷീനിങ് യൂസ് എ ലൈറ്റ് എനർജി ഫ്രം ലേസർ ടു റിമൂവ് മെറ്റീരിയൽ ഫ്രം വേപ്പറൈസേഷൻ ആൻഡ് അബ്ലേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ റിമൂവൽ മെക്കാനിസം എന്താണെന്ന് ചോദിച്ചാൽ വേപ്പറൈസേഷൻ ആൻഡ് അബ്ലേഷൻ. ഓക്കെ, EDM ആണെന്നുണ്ടെങ്കിൽ മെൽറ്റിംഗ് ആൻഡ് ഇവേപ്പറേഷൻ ആയിരുന്നു. ഓക്കെ, സോ ഇവിടെ നമുക്ക് വേപ്പറൈസേഷൻ ആൻഡ് അബ്ലേഷൻ. ഓക്കെ, നമുക്കൊരു ഹൈലി മോണോക്രോമാറ്റിക് ആയിട്ട് നമ്മൾ ഹൈലി ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബീമിനെ ലേസർ ബീം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താവും, അത് അവിടെ നിന്ന് ആ മെറ്റീരിയൽ എന്ത് ചെയ്യും, റിമൂവ് ആയി പോകും. ഓക്കെ, മെറ്റീരിയൽ വേപ്പറായിട്ട് അബ്ലേഷൻ സംഭവിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ മെഷീനിങ് ടെക്നിക്ക്. ലേസർ ബീം മെൽറ്റ്സ് ദ മെറ്റീരിയൽ ബൈ ഫോക്കസിങ് ദ കൊഹിയറൻറ്റ് ബീം ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ്. നമ്മൾ ഹൈലി ഫോക്കസ്ഡ് ഹൈലി മോണോക്രോമാറ്റിക് ലൈറ്റാണ് നമ്മളവിടെ അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ മെൽട്ടായിട്ട് എന്താവും, അത് വേപ്പറൈസ് ആയിട്ട് അബ്ലേഷൻ നടക്കും. ഓക്കെ, ദ ലൈറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ലേസർ ബീം സിഗ്നിഫിക്കൻ്റ്ലി ലെസ് പവർ ദാൻ നോർമൽ ലൈറ്റ്. ഓക്കെ, അത് ലേസർ അത്ര ഇതൊന്നുമില്ല, പക്ഷെ എന്താണ്, ഹൈലി ഫോക്കസ്ഡും ഹൈലി മോണോക്രോമാറ്റിക്കും ആക്കുമ്പോൾ എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടി ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഹൈ ഹീറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ എവിടെയാണോ നമ്മൾ ലൈറ്റ് തട്ടിക്കുന്നത് അവിടെ എന്താവും, ലോക്കലൈസിൽ ഏരിയയിൽ ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവും. അങ്ങനെ അത് മെൽട്ടായിട്ട് അങ്ങനെ പോകുന്നതാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഓക്കെ, നിങ്ങൾ വർക്കിംഗ് ചോദിച്ചാൽ ഈ പാരഗ്രാഫും ഫിഗറും മാത്രം വരച്ചുകൊണ്ട് വർക്കിംഗ് ആവില്ല. ഓക്കെ, അപ്പോൾ താഴെയുള്ള കാര്യങ്ങളും കൂടെ അതിൻ്റെ കൂടെ എഴുതി ചേർക്കേണ്ടതാണ്. LBMൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ LBM പ്രോസസ് ഡസ് നോട്ട് ഇൻവോൾവ് മാസ് മെറ്റീരിയൽ റിമൂവൽ. നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ മാസ് മെറ്റീരിയൽ റിമൂവൽ നമുക്ക് കിട്ടുന്നത് ECM-ലാണ്, ഇലക്ട്രോ കെമിക്കൽ മെഷീൻ. ഓക്കെ, LBM-ലും ഇതിന് താഴെ വരുന്ന പ്രോസസ്സിലൊക്കെ വളരെ കുറവ് മെഷീനിങ്ങേ ഉള്ളൂ. ബട്ട് ഡസ് പ്രൊവൈഡ് റാപ്പിഡ് മെറ്റീരിയൽ റിമൂവൽ വിത്ത് ഈസിലി കൺട്രോൾഡ് ആൻഡ് നോൺ കോൺടാക്റ്റഡ് നോൺ വിയറിംഗ് ടൂൾ. അതായത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് റൈസ് വെച്ചിട്ടാണ്. അതായത് ലേസർ ബീമാണ്, ബീമിന് എന്തുണ്ടാവില്ല, വിയറിംഗ് ഒന്നും വരില്ല. ടൂൾ ഏതാണ്, ലേസർ ബീമാണ്, അതുകൊണ്ട് അതിന് വിയറിങ്ങോ എന്തോ ഒന്നും വരില്ല. ഓക്കെ, ഒരിക്കലും അത് തേഞ്ഞു പോകുന്നില്ല. ഓക്കെ, മാത്രമല്ല നമ്മൾ മെഷീൻ ഓണാക്കി ഉടനെ തന്നെ എന്താവും, അത് പെട്ടെന്ന് തന്നെ വർക്ക് പീസിൻ്റെ മെൽട്ടായിട്ട് റിമൂവ് ചെയ്യും. ഓക്കെ, മറ്റേതൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യണം, ആ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാൻ കുറഞ്ഞ ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഈ പാരഗ്രാഫിൽ ഉദ്ദേശിച്ചത്. ഓക്കെ, പെട്ടെന്ന് ക്യുക്കായിട്ട് മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നത് ഏതിലാണ്, LBM-ലാണ്. ഓക്കെ, പക്ഷേ മാസ് മെറ്റീരിയൽ റിമൂവൽ നടക്കില്ല, വളരെ കുറച്ച് മാത്രമേ നടക്കുള്ളൂ. ഇനി നോക്കുക, ഇതിലെ കൂളിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ടു അവോയ്ഡ് ഇറ്റ്സ് ഓവർ ഹീറ്റിംഗ് ഇൻസ് ലോൺ കണ്ടിന്യൂസ് ഓപ്പറേഷൻ. അതായത് ഒരുപാട് നേരം നമ്മൾ എന്ത് ചെയ്യില്ല, ഒരേ പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഒരേ വർക്ക് പീസിൽ തന്നെ അടിക്കില്ല, ഇടക്കൊന്ന് നിർത്തും. ഓക്കെ, അതെന്തിനാണെന്ന് ചോദിച്ചാൽ അതിൽ കൂളിംഗ് കൊടുക്കാനാണ്. ഓക്കെ, ഇനി ഫീഡ് മെക്കാനിസം ചോദിക്കാം. ഫീഡ് മെക്കാനിസം ഇതിൽ നമ്മൾ നടത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫോക്കസ്ഡ് ലേസർ ബീം, അതാണ് ഇവിടുത്തെ കട്ടിംഗ് ടൂൾ. ഓക്കെ, അറ്റ് എ പ്രീ ഡിസൈഡ് പോയിന്റ് ഇൻ ദ വർക്ക് പീസ് സെർവ് ആസ് ദ ടൂൾ. അതാണ് ടൂള്. ദ മൂവ്മെൻറ്റ് ഓഫ് ദി കൺവേർജിങ് ലെൻസ്, അതായത് നമ്മൾ ഈ ഫിഗറിൽ പറഞ്ഞ
ഈ മൂവ്മെൻറ്റ് ഓഫ് ദി കൺവേർജിങ് ലെൻസ് കൊണ്ടാണ് എന്ത് നടക്കുന്നത്, നമുക്ക് ഫീഡ് നടക്കുന്നത്. അതായത് എവിടെയാണോ നമ്മൾ മെഷീൻ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, സെർവോ മോട്ടർ അല്ല, പകരം എന്താണ് ആ മാഗ്നറ്റിക് അല്ലെങ്കിൽ നമ്മളുടെ കൺവേർജിങ് ലെൻസ് വെച്ചിട്ടാണ്. ഓക്കെ, സോ ദ മിറേഴ്സ് direct to the beam from source down to the lens then focus the beam into the desired geometry. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഡിസൈഡ് ഷേപ്പ് കിട്ടുന്നത്. ഓക്കെ, ഇനി നോക്കാം, LBM വളരെ സിമ്പിളാണ്. ഇപ്പോൾ നിങ്ങൾ LBMനെ കുറിച്ച് ചോദിച്ചാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഫീഡ്, ദെൻ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ആപ്ലിക്കേഷൻ അടക്കം എഴുതണം. ഓക്കെ, ഓൾമോസ്റ്റ് 8 മാർക്കോ 10 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ. ദ മെറ്റീരിയൽ വിച്ച് കനോട്ട് ബി മെഷീൻഡ് ബൈ കൺവെൻഷണൽ മെത്തേഡ് ആർ മെഷീൻഡ് ബൈ LBM. ഓക്കെ, അതായത് നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ്, അതായത് നമ്മൾ പറഞ്ഞു USM വെച്ചിട്ട് നമുക്ക് നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ നമുക്ക് മെഷീൻ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ സോഫ്റ്റ് മെറ്റീരിയൽ ആണെങ്കിൽ അബ്രസീവ് പാർട്ടിക്കിൾ അതിൻ്റെ ഉള്ളിൽ പോകുന്ന കാരണം പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ നോക്കുക, എത്ര സോഫ്റ്റിനും എന്ത് ചെയ്യും, LBM പറ്റും. ഓക്കെ, സോഫ്റ്റ് മെറ്റീരിയൽ ലൈക്ക് പ്ലാസ്റ്റിക്, റബ്ബർ, വുഡ്, ഓക്കെ, എക്സെട്ര. ഓക്കെ, നോട്ട് ടൂൾ വിയർ, അതായത് ടൂളില്ലാത്ത കാരണം ടൂൾ വിയർ ഉണ്ടാവില്ല. ഓക്കെ, മെക്കാനിക്കൽ ടൂളില്ല, ബീം മാത്രമേ ഉള്ളൂ. Application of heat is very much focused to rest the workpiece at least affected by heat. അതായത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ മാത്രമേ ഹീറ്റ് ചെയ്യുള്ളൂ, അപ്പുറം ഇപ്പുറമൊന്നും എന്തായില്ല, ഹീറ്റ് ആവില്ല. കാരണം ഹൈലി മോണോക്രോമാറ്റിക് ആണ് നമ്മൾ കൊടുക്കുന്ന ബീം. ഡ്രിൽസ് വെരി ഫൈൻ ആണ് കേട്ടോ, വെരി ഫൈൻ ആൻഡ് പ്രിസൈസ് ഹോൾസ് ആൻഡ് ക്യാവിറ്റീസ്. ഓക്കെ, ദെൻ ഡിസഡ്വാൻറ്റേജ്, ഏതൊരു സംഗതിയാണെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവുമല്ലോ. ഓക്കെ, ക്യാപിറ്റൽ ഇൻ കോസ്റ്റ് ഈസ് വെരി ഹൈ. Okay, the recommended for some specific operations only as production rate is very low. High production rate നമുക്ക് LBMൽ പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ലോ പ്രൊഡക്ഷൻ റേറ്റുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. cannot be used comfortably for the high heat conductivity materials like reflecting materials. റിഫ്ലക്റ്റിംഗ് മെറ്റീരിയൽ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലേസർ ബീമിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതെന്ത് ചെയ്യും, അത് അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്താൽ അത് വേറെ എവിടെയും പോയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫോക്കസ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല, വേണ്ട ഒരു എഫക്റ്റ് നമുക്ക് ഇതിൽ കിട്ടില്ല. ദെൻ സ്കിൽഡ് ഓപ്പറേറ്റേഴ്സ് ആർ റിക്വയേർഡ്. ഓക്കെ, ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്ന ആൾ തന്നെ വേണം, അല്ലാത്തവർ ഓപ്പറേറ്റ് ചെയ്താൽ പണിയാവും. ദെൻ LBMൻ്റെ ആപ്ലിക്കേഷൻ എവിടെ നോക്കാം. LBM യൂസ്ഡ് ഫോർ പെർഫോം ഡിഫറെൻറ്റ് മെഷീൻ ലൈക്ക് ഡ്രില്ലിംഗ്, സ്ലിറ്റിംഗ്, സ്ലോട്ടിംഗ്, സ്ക്രൈബിംഗ് ഓപ്പറേഷൻസ് എക്സെട്ര. ഓക്കെ, മെയിൻ application എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡ്രില്ലിംഗ് എ ഹോൾ സോ സ്മാൾ ഡയമീറ്റർ ഇൻ ദ ഓർഡർ ഓഫ് 0.025 mm. ഓക്കെ, അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. മേക്കിംഗ് കോംപ്ലക്സ് പ്രൊഫൈൽ ഇൻ തിൻ ആൻഡ് ഹാർഡ് മെറ്റീരിയൽ ലൈക്ക് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആൻഡ് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്. അതായത് ഇലക്ട്രോണിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന PCBs. ഓക്കെ, പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിലൊക്കെ നമ്മൾ മദർ ബോർഡൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കുറേ ചാനൽ എന്തൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, LBM വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ലൈറ്റ് മെറ്റീരിയലിനെ കട്ട് ചെയ്യാനും ഹാർഡ് മെറ്റീരിയലിനെ കട്ട് ചെയ്യാനൊക്കെ നമുക്ക് ആര് മതി, LBM മതി. മെഷീനിങ് മെക്കാനിക്കൽ കമ്പോണൻസ് ഓഫ് വാച്ച് നമുക്കറിയാം വളരെ ചെറിയ കമ്പോണൻസ് ആണ്, അതിൻ്റെ കമ്പോണൻസ് ഉണ്ടാക്കാനും നമ്മൾ LBM ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ മാളർ മെഷീനിങ് ഓഫ് വെരി ഹാർഡ് മെറ്റീരിയൽ പാർട്സ്, വെരി ഹാർഡായുള്ള മെറ്റീരിയലിൻ്റെ ചെറിയ പോർഷൻ, അതായത് ചെറിയ ഇൻപെർഫെക്ഷൻസൊക്കെ, അതായത് സർഫസ് ഇംപെർഫെക്ഷൻ, അങ്ങനെ ചെറിയ പെർഫെക്ഷൻസൊക്കെ നമുക്ക് ഷേപ്പ് ഉണ്ടാക്കാൻ, ചെറിയ ഷേപ്പ്, അതിൽ കുത്തുപണികളൊക്കെ ഉണ്ടാക്കാനെങ്കിൽ നമ്മൾ LBM ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് LBMൻ്റെ കാര്യം. രണ്ടാമത്തെ നമുക്ക് ഇലക്ട്രോൺ ബീം മെഷീനിങ്. ഓക്കെ, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലേസർ ബീമായിരുന്നു, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രോൺ ബീമാണ്. ഓക്കെ, അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, നമുക്കിതിൻ്റെ ഫിഗർ ഒന്ന് ആദ്യം നോക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. ഓക്കെ, ഇലക്ട്രോൺ ഗൺ നിന്നാണ് നമ്മൾ ഇലക്ട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോൺ ബീം മെഷീനിങ് ആണ്, അപ്പോൾ നമുക്ക് ഇലക്ട്രോൺ ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇലക്ട്രോൺ ഗണ്ട് നമ്മൾ ടങ്സ്റ്റൺ ഫിലമെൻ്റാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, നെഗറ്റീവ്ലി ചാർജഡ് അയോൺസ് ആണ് കൊടുക്കുക. ആ ഗ്രിഡ് കപ്പ് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രോണിനെ നമുക്ക് എന്ത് ചെയ്യണം, അതിന് ഒരു ഭാഗത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനാണ് ഗ്രിഡ് കപ്പ് കൊടുക്കുന്നത്. അങ്ങനെയാണ് ആ ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ഗണ്ണിൻ്റെ ഇലക്ട്രോൺസ് മൊത്തം എങ്ങോട്ട് വരുന്നത്, താഴേക്ക് തന്നെ പ്രൊജക്റ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അതിനെ ആനോഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെന്ത് ചെയ്യും, കാഥോഡിന് നെഗറ്റീവ് ചാർജും ആനോഡിന് പോസിറ്റീവ് ചാർജും. അപ്പോൾ അതിൽ വരുന്ന ഇലക്ട്രോണിൻ്റെ പാസേജ് ആക്സിലറേഷൻ ചെയ്യുക എന്നുള്ളത്, സ്പീഡാക്കുക എന്ന് മാത്രമാണ് ആനോഡിൻ്റെ ലക്ഷ്യം.
ഈ മാഗ്നറ്റിക് ലെൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, വരുന്ന ഇലക്ട്രോൺ സ്ട്രീമിനെ റൗണ്ട് ഷേപ്പ് ആക്കും വേണം, ഫോക്കസ് ചെയ്യും വേണം. അതാണ് ആരുടെ കർത്തവ്യം? മാഗ്നറ്റിക് ലെൻസിൻ്റെ ഇമ്പോർട്ടൻസ്. ദെൻ വർക്ക് പീസ് നമ്മളൊരു ടേബിളിൽ നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ലോക്കൽ ഹീറ്റിംഗ്, ഫ്യൂസിങ് ആൻഡ് വേപ്പറൈസേഷൻ. ഓക്കെ, ഇതിൻ്റെ നമ്മളുടെ മെറ്റീരിയൽ റിമൂവൽ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ഹീറ്റിംഗ്, ഫ്യൂസിങ് ആൻഡ് ഇവാപ്പറൈസേഷൻ. ഓക്കെ, കുറേ നേരം ലൈറ്റ് അടിക്കുമ്പോൾ എന്താവും, അത് അങ്ങനെ മെൽറ്റ് ആയിക്കൊണ്ട് ഒരു പ്ലാസ്മ രൂപത്തിലായിട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. ഓക്കെ, സോ വർക്ക് പീസ് ഉണ്ട്, വർക്ക് പീസിന് ഒരു ടേബിൾ ഉണ്ട്, ടേബിളുമ്പോൾ നമ്മൾ വർക്ക് പീസ് മൂവ് ചെയ്യിക്കും. ഓക്കെ, വർക്ക് പീസാണ് അതിൽ മൂവ് ചെയ്യിക്കുക. നമ്മളെ ടൂള്, അതായത് ടൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോൺ ബീം നിങ്ങൾ കാണുന്നുണ്ട്, അതൊരിക്കലും മൂവബിൾ അല്ല. ഓക്കെ, നമ്മൾ അതിനെന്ത് ചെയ്യും, ഡെപ്ത്ത് നമ്മൾ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്ത് കൊടുക്കും. എങ്ങനെ? മാഗ്നറ്റിക് ലെൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഓക്കെ, അതൊരു വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മെഷീനിങ് എവിടെ എത്തിയെന്ന് കാണാനുള്ളൊരു പോയിൻ്റാണത്. ഓക്കെ, ദെൻ വാക്വം പമ്പ്. ഓക്കെ, അതായത് ഈ മൊത്തം ഇലക്ട്രോൺ ബീമും മെഷീനിങ്ങും നമ്മൾ ചെയ്യുന്നത് വാക്വം വെച്ചിട്ടാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇത് ഓപ്പൺ അറ്റ്മോസ്ഫിയറിൽ ചെയ്താൽ അറ്റ്മോസ്ഫിയറിക് മോളിക്യൂൾസുമായിട്ട് ഇലക്ട്രോൺസ് കമ്പൈൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്, കൊളൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ വാക്വം ചെയ്യുന്നത്. ലേസറിൽ നമ്മൾ വാക്വം ചെയ്യുന്നില്ല. ഓക്കെ, അതിൽ വാക്വം ചേമ്പറിൻ്റെ 1 × 10⁻⁴ ടോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വാക്വത്തിൻ്റെ പ്രഷറിൻ്റെ യൂണിറ്റാണ് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ കാര്യങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് EBMൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ദർ ഇസ് നോ മെക്കാനിക്കൽ കോണ്ടാക്ട് ബിറ്റ്വീൻ ടൂൾ ആൻഡ് വർക്ക് പീസ്. നമ്മൾ ലേസറിൽ പറഞ്ഞ പോലെ തന്നെ ടൂൾ വെയർ ഇല്ല. ഓക്കെ, വെരി സ്മോൾ ഹോൾസ് ക്യാൻ ബി മെഷീൻഡ്. ഓക്കെ, with eye accurately and precisely. Then drilling holes with a depth to diameter ratio, high depth to diameter ratio is greater than 100:1. അതായത് ഡയമീറ്റർ വളരെ കുറവും അതിൻ്റെ ലെങ്ത്ത് വളരെ കൂടുതലുമാണെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? ഇലക്ട്രോൺ ബീം മെഷീനിങ് ആണ് യൂസ് ചെയ്യുക. അവിടെ നമ്മൾ ലേസർ ബീം മെഷീനിങ് നമ്മൾ യൂസ് ചെയ്യില്ല. ഓക്കെ, ദെൻ ദ വൈഡ് റേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ലൈക്ക് സ്റ്റീൽ, stainless steel, titanium, nickel, super alloys, aluminum as well as plastic, ceramic can be machined successfully. ഓൾമോസ്റ്റ് എല്ലാ മെറ്റീരിയലും തന്നെ നമുക്ക് EBMൽ നമുക്ക് മെഷീൻ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, EBM ഡസ് നോട്ട് അപ്ലൈ എനി കട്ടിംഗ് ഫോഴ്സ്. അതായത് ഫോഴ്സ് ടൂൾ ഇല്ലാത്ത കാരണം, മെക്കാനിക്കൽ ടൂളിൽ തന്നെ കട്ടിംഗ് ഫോഴ്സ് ഇല്ല. ഓക്കെ, സിമ്പിൾ വർക്ക് ഹോൾഡിംഗ് റിക്വയർമെൻറ്റ് മതി നമുക്ക്. ഓക്കെ, സോ നെക്സ്റ്റ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഓക്കെ, നമ്മൾ LBM പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കോസ്റ്റ് കുറച്ചും കൂടെ ഹൈ ആണ് LBMനെ കമ്പയർ ചെയ്യുമ്പോൾ. കാരണം ഇതിനെ വാക്വം ചെയ്യും കൂടെ വേണം. ദ റേറ്റ് ഓഫ് മെറ്റീരിയൽ റിമൂവൽ ഇറ്റ്സ് വെരി സ്ലോ. ഓക്കെ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എ സ്മോൾ കട്ട്സ് ഓൺലി. അതായത് ചെറിയ കട്ടിങ് മെറ്റീരിയൽ റിമൂവലിന് മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ഹൈ ഡയമീറ്റർ ടു ഡെപ്ത് ടു ഡയമീറ്റർ റേഷ്യോ ഉള്ളതിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇതൊക്കെ യൂസ് ചെയ്യാറുള്ളൂ EBM ഒക്കെ കേട്ടോ. ദ വാക്വം റിക്വയർമെൻ്റ് ഉള്ള കാരണം ഇതിൻ്റെ വർക്ക് പീസിൻ്റെ സൈസ് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. കാരണം ആ ചേമ്പറിൽ കൊള്ളുന്ന തന്നെ വേണമല്ലോ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ചെറുതായിരിക്കും. ദെൻ അപ്ലിക്കേഷൻ ഓഫ് EBM നോക്കുക. അപ്ലിക്കേഷൻ ഓഫ് EBM വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഡ്രില്ലിംഗ് ഓഫ് ഹോൾസ് ഇൻ പ്രഷർ ഡിഫറൻഷ്യൽ ഡിവൈസസ് യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ആൻഡ് എയർക്രാഫ്റ്റ് എൻജിൻ. അവിടേക്ക് യൂസ് ചെയ്യുന്ന ചെറിയ ഹോൾസ്, വളരെ മൈന്യൂട്ട് ഹോൾസ് എന്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? EBM വെച്ചിട്ടാണ് ചെയ്യുന്നത്. രണ്ടാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മെഷീനിങ് ഓഫ് വയർ ഡ്രോയിങ് ഡൈസ് ഹാവിങ് സ്മാൾ ക്രോസ് സെക്ഷൻ ഏരിയ. നമുക്കറിയാം നമ്മളെ ഇലക്ട്രിക് കേബിളിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കോപ്പർ വയേഴ്സാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ വളരെ ലോക്കൽ വയർ ആണെങ്കിൽ അലുമിനിയത്തിൻ്റെ വയറും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ ഡയമീറ്റർ വളരെ തിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള എക്സ്ട്രൂഷൻ ഡൈ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ഡൈക്ക് ഇതേ സെയിം ഹോൾ വേണ്ടേ? ആ ഹോൾ അടിക്കുന്ന, ഇത്ര ചെറിയ ഹോൾ അടിക്കുന്നത് എന്തുകൊണ്ടാണ്? EBM വെച്ചിട്ടാണ്. ഓക്കെ, സോ ഇത്രയാണ് EBM. നെക്സ്റ്റ് തേർഡ് വൺ അയൺ ബീം മെഷീനിങ്. ഓക്കെ, ലേസർ ബീം കഴിഞ്ഞു, ഇലക്ട്രോൺ ബീം കഴിഞ്ഞു, നെക്സ്റ്റ് അയൺ ബീം മെഷീനിങ്. അയൺ ബീം മെഷീനിങ് കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ് ഉണ്ട്. എ പ്ലാസ്മ സോഴ്സ് ജനറേറ്റ്സ് അയോൺസ്. ഓക്കെ, അയോൺസിനാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് നമ്മളുടെ കട്ടിംഗ് ടൂളായിട്ട്. Then extraction of grid from removing the ions from plasma. Okay, then specimen holding table. മൂന്നെണ്ണമാണ് മെയിനായിട്ട് വരിക. ഓക്കെ,
ഇതാണ് ഇതിൻ്റെ ഫിഗർ. ഇവിടെ നമ്മൾ കാഥോഡ് യൂസ് ചെയ്യുന്നത് ടങ്സ്റ്റൺ ഫിലമെൻറ്റിനെയാണ്. ദെൻ ഇൻ്റർമീഡിയറ്റ് ഇലക്ട്രോഡ്, ദെൻ ആനോഡ്, ദെൻ കൺട്രോളിങ് ഇലക്ട്രോഡ്, ദെൻ എക്സ്ട്രാക്ടർ ആനോഡ്. ഓക്കെ, ഇതിൽ ശരിക്കും ഈ ചാമ്പർ 2 പാർട്ടാണ്. മുകളിലൊരു പ്ലാസ്മ സ്റ്റേറ്റ് ഇതും താഴെ ഒരു വാക്വം ചാമ്പറുമാണ് ഉണ്ടാവുക കേട്ടോ. 2 ഡിഫറെൻറ്റ് ഇതാണ് കാറ്റഗറൈസേഴ്സ് ആണ് വരിക. സോ ഇതിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ലെൻസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ അയൺ ബീമിന് നമ്മൾ എന്ത് ചെയ്യണത്, ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വർക്ക് പീസ്, ദെൻ ടേബിളിൻ്റെ താഴെ രണ്ട് റൗണ്ട് കാണിച്ചിട്ടുണ്ടാവും, അത് മൂവബിൾ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ദെൻ ഇലക്ട്രോൺ നോക്ക്ഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ അത് വർക്ക് പീസിന് പോയി തട്ടിക്കഴിഞ്ഞാൽ ഒരു അയോണാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു 0.5 മുതൽ ഒരു 12 ഇലക്ട്രോണിന് വരെ എന്ത് ചെയ്യും, ആ വർക്ക് പീസിൽ നിന്ന് എടുത്ത് ഡിസ്ലൊക്കേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് മെഷീനിങ് നടക്കുന്നത്. ഓക്കെ, ജസ്റ്റ് എന്താണെന്ന് നോക്കാം. എ സ്ട്രീം ഓഫ് ചാർജ്ഡ് അയോൺസ്. ഓക്കെ, അതായത് ചാർജ്ഡ് അയോൺസ് നമ്മളെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇനേർട്ട് ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യും, വളരെ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ഹീറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യണത്, നമുക്ക് അയോൺസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈസ് ആക്സിലറേറ്റഡ് ഇൻ എ വാക്വം അറ്റ് വെരി ബൈ ഹൈ എനർജീസ് ആൻഡ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സ്റ്റോൾഡ് വർക്ക് പീസ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ വാക്കത്തിലൂടെ പാസ് ചെയ്തിട്ട് നമ്മൾ വർക്ക് പീസിൽ അടുപ്പിക്കും. ഓക്കെ, ദ ബീം റിമൂവ്സ് ദ ആറ്റംസ് ഫ്രം വർക്ക് പീസ് ബൈ ട്രാൻസ്ഫറിങ് എനർജി ആൻഡ് മൊമെൻറ്റം ഓഫ് ആറ്റംസ്. അതായത് ആ വരുന്ന അയോൺസിൻ്റെ ബീം വർക്ക് പീസിൽ തട്ടുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, അവിടുത്തെ ആറ്റംസിനെ റിമൂവ് ചെയ്യും. എങ്ങനെ, ട്രാൻസ്ഫറിങ് എനർജി ആൻഡ് മൊമെൻറ്റം ഫ്രം ആറ്റം ഓൺ ദ സർഫസ് ഓഫ് ദി ഒബ്ജക്റ്റ്. വരുന്ന ആളുടെ എനർജി മൊമെൻറ്റം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, നിൽക്കുന്ന ആളെ തട്ടിത്തെറിപ്പിക്കും. ഓക്കെ, വെൻ ആറ്റം സ്ട്രൈക്സ് എ ക്ലസ്റ്റർ ഓഫ് ആറ്റം, അതായത് ആറ്റം ഒരു സെറ്റ് ഓഫ് ആറ്റംസിനെ സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഡിസ്ലോഡ്ജസ് ബിറ്റ്വീൻ 0.1 to 10 ആറ്റംസ്. ഓക്കെ, 0.1 മുതൽ 10 ആറ്റംസിനെ വരെ അത് ഡിസ്ലോഡ് ചെയ്യും. ഓക്കെ, അത് തെന്നി നീക്കും എന്നുള്ള ആ ഒരു മീനിങ്. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇതിന് നമുക്ക് വർക്കിംഗ് കഴിഞ്ഞിട്ടില്ല. സൂപ്പർ ഹീറ്റഡ് സ്ട്രീം ഓഫ് ഇലക്ട്രിക്കലി അയണൈസ്ഡ് ഗ്യാസ് മെൽറ്റ് ആൻഡ് റിമൂവ് ദ മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ സൂപ്പർ ഹീറ്റഡ് ചെയ്ത ആ സ്ട്രീമാണ് എന്ത് ചെയ്യുക, അയൺ ബീമായിട്ട് വരുന്നത്. ആ ബീമിനെയാണ് നമ്മൾ അയണൈസ് ചെയ്ത് ആ അയണൈസ് ചെയ്ത ഗ്യാസാണ് നമ്മളെ വർക്ക് പീസിനെ മെൽറ്റ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും. ഓക്കെ, പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ദ പ്രോസസ് ക്യാൻ ബി യൂസ്ഡ് ഓൾമോസ്റ്റ് എനി കണ്ടക്റ്റീവ് മെറ്റീരിയൽ. കണ്ടക്റ്റീവ് മെറ്റീരിയൽസിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയൺ ബീം മെഷീനിങ് പോസിബിൾ ഉള്ളൂ. ഓക്കെ, താഴത്തെ സെൻറ്റൻസ് കൊണ്ട് നമുക്കൊന്ന് നോക്കാം. അയൺ ബീം മെഷീനിങ് ടേക്സ് പ്ലേസ് in vacuum chamber using charged ions fired from iron source towards the workpiece by means of accelerating voltage. Okay, നമ്മൾ അത്രയും നമ്മൾ ഹീറ്റ് ചെയ്യുന്നത് നമ്മൾ ഹൈ വോൾട്ടേജ് കൊടുത്തിട്ടാണ്. ഓക്കെ, ദ മെക്കാനിസം ഓഫ് മെറ്റീരിയൽ റിമൂവൽ ഇൻ IBM അയൺ ബീം മെഷീനിങ് ഡിഫറൻസ് ഫ്രം ദാറ്റ് ഓഫ് ഇലക്ട്രോൺ ബീം മെഷീനിങ്. അതാണ് ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ ഇജക്ഷൻ ഓഫ് ആറ്റംസ്. ഓക്കെ, അത് തട്ടിത്തെറിപ്പിക്കുക ഫ്രം ദി സർഫസ് ബൈ ദി അതർ അയണൈസ്ഡ് ആറ്റം. ഓക്കെ, ദാറ്റ് ബോംബാർഡ് വിത്ത് ദി വർക്ക് പീസ് മെറ്റീരിയൽ. വരുന്ന ആൾ താഴെയുള്ള ആളെ തട്ടിത്തെറിപ്പിക്കും. ഓക്കെ, അപ്പോൾ താഴെയുള്ള ആളും എന്താവും, തെറിച്ചു പോവും, വരുന്ന ആളും തെറിച്ചു പോവും. അപ്പോൾ അവിടെ നിൽക്കുന്നില്ല, തട്ടിത്തെറിപ്പിച്ചിട്ടാണ് പോകും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഒരു ക്യാവിറ്റി ഫോം ചെയ്യും. അങ്ങനെയാണ് നമ്മളിതിൻ്റെ മെഷീൻ നടക്കുന്നത്. ദ പ്രോസസ് ദെർഫോർ കാൾഡ്, ആ ഒരു സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അയൺ എച്ചിങ്. ഇതിനെ നമ്മൾ അയൺ ബീം മെഷീനിങ് അല്ലെങ്കിൽ അയൺ എച്ചിങ് അല്ലെങ്കിൽ അയൺ മില്ലിങ് അല്ലെങ്കിൽ അയൺ പോളിഷിങ് എന്നൊക്കെ ഇതിന് പേരുണ്ട് കേട്ടോ. 4 പേരുണ്ട്, 4 പേരിൽ അറിയപ്പെടുന്ന സാധനമാണ്. ദ ഹീറ്റിംഗ് ഓഫ് ടങ്സ്റ്റൺ ഫിലമെൻറ്റ് ആക്ട് ആസ് എ കാഥോഡ്. അതാണ് ഫസ്റ്റ് ടോപ്പിൽ കാണിച്ചുള്ളത്. ഫ്രം വിച്ച് ഇലക്ട്രോൺസ് ആർ ആക്സിലേറ്റഡ് ബൈ മീൻസ് ഓഫ് ഹൈ വോൾട്ടേജ്. ഓൾമോസ്റ്റ് 1 kV ആണ് കൊടുക്കുന്നത്. ലേസർ ബീമിലൊക്കെ നമ്മൾ 25 kV കൊടുക്കുന്നുണ്ട്, അത്ര തന്നെ ഇല്ല ഇവിടെ. ടുവേർഡ്സ് ദി ആനോഡ്. ഓക്കെ, during the passage of these electrons from cathode towards the anode, they interact with the argon atoms in the plasma source to produce argon ions. Okay, അപ്പോൾ നമ്മൾ
ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, കാഥോഡിൻ്റെയും ആനോഡിൻ്റെയും മെത്തേഡിൽ പാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇനേർട്ട് ഗ്യാസുമായിട്ട് മിക്സ് ചെയ്തിട്ട് എന്തുണ്ടാവും, AR പ്ലസും ഇലക്ട്രോൺസുമായിട്ട് മാറും. ഓക്കെ, ഈ ആർഗൺ അയോൺസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ മെഷീൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, ലോ ടെമ്പറേച്ചർ പ്രോസസ്സിംഗ് റെഡ്യൂസസ് ദി സ്ട്രെസ് പ്രോബ്ലം. ഓക്കെ, മറ്റ് മെഷീനെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര തന്നെ ടെമ്പറേച്ചർ ഇവിടെ റൈസ് ചെയ്യുന്നില്ല. നോ ഡയമെൻഷണൽ ചേഞ്ചസ്. ഓക്കെ, അത് കാരണം തന്നെ ഡയമെൻഷൻ ചേഞ്ച് വളരെ കുറവായിരിക്കണം. മറ്റേത് തെർമൽ കോയിഫിഷ്യൻ്റ് ഒക്കെ അനുസരിച്ച് മെറ്റീരിയലിൻ്റെ ഡയമെൻഷണൽ ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, ദെൻ ഗുഡ് അഡീഷൻ ഓഫ് ട്രീറ്റഡ് സർഫസ്. ഓക്കെ, then can improve corrosion, oxidation, wear, hardness, friction, fatigue. Okay, അതൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് IBM. ഓക്കെ, വെരി ഷോളോ ട്രീറ്റ്മെൻറ്റ്, അതായത് നമ്മളിത് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ എന്തായിരിക്കണം, ലെസ് ദാൻ 1 മൈക്രോമീറ്ററിനെക്കാട്ടിലും കുറവായിരിക്കണം. ഓക്കെ, ഹൈ കോസ്റ്റാണ്. ഓക്കെ, ഇതിലും നമുക്ക് വേക്കം വേണം, മാത്രമല്ല നമുക്ക് എന്ത് വേണം, ഇനേർട്ട് ഗ്യാസ് വേണം. ഓക്കെ, അപ്പോൾ എയർ ടൈറ്റ് പാസേജ് വേണം, വാക്വം വേണം. ഓക്കെ, ദെൻ ദ സർഫസ് ക്യാൻ ബി വീക്കെൻഡ് ബൈ റേഡിയേഷൻ. ഓക്കെ, ഇത് ഇലക്ട്രോൺസ് ഇങ്ങനെ നമ്മൾ ഹൈ ഇതിൽ അടിക്കുന്ന കാരണം, പ്ലാസ്മ സ്റ്റേറ്റിൽ അടിക്കുന്ന കാരണം എന്തുണ്ടാവും, ഒരു റേഡിയേഷൻ്റെ എഫക്റ്റ് വർക്ക് പീസിൽ ഉണ്ടാവും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം, പ്ലാസ്മ ആർക്ക് മെഷീനിങ്.